Hello, welcome to another lecture in structural analysis. We are now dealing with arch structures. In the last two lectures, we learned how to analyze a parabolic arch subjected to certain load conditions. അപ്പം കഴിഞ്ഞ കണ്ട ആർച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെ സപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എയും ബിയും പറയുന്ന രണ്ട് സപ്പോർട്ട്സ് ഹിഞ്ചഡ് സപ്പോർട്ട്സ് രണ്ടും ഒരേ ലെവലിൽ അല്ലെങ്കിൽ ഒരേ ഹൈറ്റിൽ നിൽക്കുന്ന കേസാണ് നമ്മൾ കണ്ടത്. So in this lecture, we are going to study a case where the supports are at two different elevations അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു കേസാണ് കാണാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് ദ കേസ് ഇൻ കേബിൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു രണ്ട് ഹൈറ്റിൽ വരുന്ന കേസിൽ സർട്ടൻ ഫോർമുലാസ് ആർ ദർ ആൻഡ് ഇഫ് വി മേക്ക് യൂസ് ഓഫ് ദാറ്റ് ഫോർമുല വി ക്യാൻ ഡയറക്ട്ലി ഒബ്റ്റൈൻ ദ വാല്യൂ ഓഫ് റിക്കർഡ്. അതുപോലെ തന്നെയാണ് ഈ കേസും വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു ടിപ്പിക്കൽ കേസ്. സേ വി ഹാവ് എ 3 hinged parabolic arch, എ ബി എന്നുള്ള സപ്പോർട്ട്സ് ഉണ്ട്. സി ഈസ് ദ ഹിഞ്ച് ക്രൗൺ, അതായത് അതിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഈ കാണുന്ന സി ആണ്. ഓക്കെ, സോ വി ഹാവ് ദിസ് 3 hinges, എ ബി സി എന്നുള്ള 3 hinge ഉണ്ട്. ആൻഡ് വി ഡിഫൈൻ h1 ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ലെഫ്റ്റ് സപ്പോർട്ട്, h1 of the distance between vertical distance between the left support and the crown. ലെഫ്റ്റ് സപ്പോർട്ടും ക്രൗണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് h1. സിമിലർലി ക്രൗണും റൈറ്റ് സപ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് h2. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ h1 എ സപ്പോർട്ട് മുകളിലായി പോയെന്നേ ഉള്ളൂ. മേ ബി ഇറ്റ് കുഡ് ബി ദ കേസ് വെയർ ബി ഇസ് ഇൻ എ അപ്വേർഡ് പൊസിഷൻ ദാൻ ദാറ്റ് ഓഫ് എ. ദാറ്റ് ഡിപ്പെൻഡ്സ്. എനിവേ ലെഫ്റ്റ് സപ്പോർട്ടിന്റെ ഹൈറ്റ് h1 ഉം റൈറ്റ് സപ്പോർട്ടിന്റെ ഹൈറ്റ് h2 ആണ് എപ്പോഴും. h2 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സിമിലർലി L1 represents the horizontal distance between the left support and the crown, whereas L2 represents the horizontal distance between crown and the right support, B C in the distance, and L is the total length of the total span of the of this particular arch. Okay, so നമുക്ക് മിക്കവാറും തന്നിരിക്കുക ഈ h1 h2 l എന്നുള്ള വാല്യൂസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ടോട്ടൽ സ്പാൻ തരും, h1 ഉം h2 ഉം ഹൈറ്റ് ഡിഫറൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ L1 L2 ഒബ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഒരു നോർമൽ കേബിൾ പോലുള്ള അനാലിസിസ് ആണ് പ്രിലിമിനറി. അത് കഴിഞ്ഞ് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, സോ എനിവേ ലെറ്റ്സ് മൂവ് ഓൺ. സോ h1 h2 ഉം l ഉം എന്നുള്ള ഡേറ്റ ആണ് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഓബിയസ്ലി ഒബ്റ്റൈൻ L1 is equal to L into root of h1 by root of h1 plus root of h2. L2 equal to L into root of h2 by root of h1 plus root of h2. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പഠിച്ചാൽ മതി. ഈ ഫോർമുല സിമ്പിൾ ഫോർമുല ആണ്, ഒരു ഫോർമുല കാണാൻ പഠിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാലും L1ന്റെ വാല്യൂ കിട്ടിയാൽ L minus L1 ചെയ്താൽ നമുക്ക് L2 കിട്ടും. സോ ഇറ്റ്സ് വെരി ഈസി, ഐ ഗസ്. Okay, so learning one formula is enough, I think. Okay, so with that in mind, let's actually start analyzing a question. Okay, so we have a question here, a 3 hinged parabolic arch having support at different levels shown in figure. Question carries a UDL of intensity 30 kN per meter over the portion left of the crown. Determine the horizontal thrust developed, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള h. Find also the bending moment, normal thrust and radial shear force developed at a section 15 meters from left support. So നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, എ സി ബി എന്നുള്ളൊരു ആർച്ചാണ്. എയും ക്രൗണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ലെഫ്റ്റ് സപ്പോർട്ടും ക്രൗണും തമ്മിലുള്ള ഹൈറ്റ് h1 equal to 5 meter തന്നിട്ടുണ്ട്. സിമിലർലി റൈറ്റ് സപ്പോർട്ടും ക്രൗണും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 3 meter തന്നിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ arch L equal to 40 meter തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് യു ഡി എൽ ഇതിൻ്റെ അകത്ത് ലോഡിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാണുന്നതാണ് UDL 30 kN per meter. ഇതിന്റെ ലെഫ്റ്റ് A to C ഉണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ദിസ് at h. Also we are asked to find out bending moment M, N and R at a section 15 meter, അതായത് ഈ കാണുന്ന D, എയിൽ നിന്ന് 15 meter മാറി ഒരു ഡിയിൽ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് take a look at how we analyze or how we go about doing this problem. ഓക്കെ, അപ്പം ഫിഗർ ഞാൻ ഒന്നോടെ എൻ്റെ ഒരു കൺവീനിയൻസിന് കുറച്ച് ഹാൻഡ് ഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി. സോ വി ഹാവ് ദിസ് കേസ്, എ സി ബി ആർച്ച് ഉണ്ട് 5 meter, h1 h2 equal to 3 meter, L1 L2 അറിയില്ല, കണ്ടുപിടിക്കാം. ലോഡ് ഈ 30 kN per meter, ലെങ്ത് ഈക്വൽ ടു 40 meter ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതുപോലെ എ എന്ന സപ്പോർട്ടിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ VA ഉണ്ട്, H ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, ബിയിലും വെർട്ടിക്കൽ റിയാക്ഷൻ VB ഉണ്ട്, H ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, സോ these are the given data. Span L equal to 40 meter, h1 equal to 5 meter, h2 equal to 3 meter. അത് നമ്മൾ എടുത്തെഴുതി. Now
First step is obviously to find out the value of L1 or L2. ഞാൻ ഇവിടെ L1 കണ്ടുപിടിക്കാൻ പോകണം and I have the formula L1 equal to L into root of h1 by root of h1 plus root of h2. Substitute കഴിയുമ്പോൾ I get the value of L1 as 22.54 meter. L2 കണ്ടുപിടിക്കാൻ സിമിലർ ഫോർമുലയിൽ ഇവിടെ h2 ആക്കി കൊടുത്താൽ എനിക്ക് കിട്ടും. പക്ഷെ അത്രയും ബുദ്ധിമുട്ടാതെ തന്നെ എനിക്ക് L minus L1 ചെയ്താൽ L2 കിട്ടും. So L2 I obtain as 40 minus 22.54 and which is obtained as 17.46 meter. Okay, അപ്പോൾ L1 ന്റെ വാല്യൂ കിട്ടി, L2 ന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഫോർ ദാറ്റ് ആദ്യമേ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ഇക്വേഷൻ ഞാൻ എഴുതി. അതായത് വി എ പ്ലസ് വി ബി ഈക്വൽ ടു വി എ വി ബി ആണ് അപ്വേർഡ് റിയാക്ഷൻ, താഴോട്ട് 30 ഇൻറ്റു L1. L1 എന്നുള്ളത് 22.54 നമുക്കറിയാം. ഓക്കെ, ഈ ഒരു ഇത്രയും ഭാഗത്താണ് യു ഡിയിൽ ആക്ട് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡ് മൊത്തമാണ് യു ഡിയിൽ ആക്ട് ചെയ്യുന്നത്, ക്രൗഡിന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം. ആ ലെഫ്റ്റ് സൈഡിലെ ലെങ്ത് 22.54 ആണ് നമുക്ക് കിട്ടി. സോ വി എ പ്ലസ് വി ബി ഈക്വൽ ടു 30 ഇൻറ്റു 22.54. ഇനി ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരേ ലെവൽ സപ്പോർട്ടുള്ള ഒരു ആർച്ച് ആണെങ്കിൽ എം എ ഈക്വൽ ടു 0 ഞാൻ ചെയ്താൽ എച്ച് എന്നുള്ള ഒരു കമ്പോണന്റ് അവിടെ വരുന്നില്ല. അതായത് രണ്ടും ഒരേ ലെവലാണെങ്കിൽ ഈ എ എന്ന സപ്പോർട്ടിലെ എച്ച് ആ പോയിന്റിൽ കൂടെ പോകുന്നുണ്ട്, ക്യാൻസൽ ആയി പോകും. സിമിലർലി ബി എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഈ എച്ച് ഉണ്ടല്ലോ, ഇതാണ് ഐ മീൻ സെയിം ലെവലിലാണെങ്കിൽ ഈ എച്ച് ഇങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്ത് ഈ പോയിന്റിൽ കൂടെ തന്നെ ആയതുകൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്തു. പക്ഷേ സപ്പോർട്ട് രണ്ട് പോയിന്റിലായതുകൊണ്ട് there is a high difference and hence this h will contribute to the moment at A. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇക്വേഷൻസ് ഉപയോഗിച്ച് വേണം ഇത് അനലൈസ് ചെയ്യാൻ. ഓക്കെ, സോ ലെറ്റ് സി. അല്ലെങ്കിൽ എക്സ്ട്രാ ഇക്വേഷൻസ് അല്ല, ഉള്ള ഇക്വേഷൻസ് തന്നെ നമ്മൾ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന മാത്രമേ ഉള്ളൂ. അതായത് രണ്ട് സെപ്പറേറ്റ് ഇക്വേഷൻസ് ആയി മാറി നമ്മൾ ഇക്വേഷൻ അനലൈസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ലെറ്റ്സ് സി. അപ്പം എം എ ഈക്വൽ ടു 0 ഞാൻ എടുക്കാൻ പോകണം. എ എന്ന പോയിന്റിൽ നിന്ന് മൊമെന്റ് 0 is a hinge, so moment will be 0. So when I look into it, I can see that 30 എയിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുമ്പോൾ ഒന്ന് 30 ഉണ്ട്. 30 ആക്ടിങ് അക്രോസ് L1 ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. L1 അത് മാത്രമല്ല, അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L1/2 ആണ്. ഓക്കെ, L1/2, അതായത് 30 ഇൻറ്റു L1 ഇൻറ്റു L1/2 ക്ലോക്ക് വൈസ് മൊമെന്റ്. സിമിലർലി അത് കഴിഞ്ഞാൽ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വി ബി ആണ്. വി ബി ആക്ട് ചെയ്യുന്നുണ്ട് എൽ ഡിസ്റ്റൻസിൽ, വി ബി ആക്ട് ചെയ്യുന്നുണ്ട് ആന്റി ക്ലോക്ക് വൈസിൽ. അതാണ് വി ബി ഇൻറ്റു എൽ മൈനസ് വി ബി ഇൻറ്റു എൽ. അതുപോലെ ഈ എച്ച് എന്ന് പറയുന്ന സാധനം, ഈ എച്ച് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഡിസ്റ്റൻസിൽ. ദിസ് ഡിസ്റ്റൻസ്, ദാറ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 5 മൈനസ് 3 h1 മൈനസ് h2. ഓക്കെ, സോ റൈറ്റിംഗ് ദാറ്റ് ഗീവ്സ് മീ, അപ്പം അതിൽ L1ന്റെ വാല്യൂ, വി ബിയുടെ വാല്യൂ, എല്ലിന്റെ വാല്യൂ, എച്ചിന്റെ വാല്യൂ, h1 മൈനസ് h2ന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ ഗെറ്റ് ആൻ ഇക്വേഷൻ ഇൻ ദിസ് ഫോം. 30 ഇൻറ്റു 22.54 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 40 വി ബി പ്ലസ് 2h. ഓക്കെ, അതൊരു ഇക്വേഷൻ ആയിട്ട് അവിടെ കിട്ടി. ലെറ്റ് മീ കോൾ ഇറ്റ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നൗ എം സി ഈക്വൽ ടു 0. എം സി ഈക്വൽ ടു 0യിൽ എനിക്ക് റൈറ്റ് സൈഡ് സി ഹിഞ്ച് ആയതുകൊണ്ട് നമുക്കറിയാം എം സി ഈക്വൽ ടു 0 ആണ്. അത് 3 ഹിഞ്ച് ആർച്ചേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പം ഐ ക്യാൻ either ടേക്ക് ടു ദ ലെഫ്റ്റ് സൈഡ് ഓർ ഐ ക്യാൻ ടേക്ക് ടു ദ റൈറ്റ് സൈഡ്. അപ്പം ഈ ഇക്വേഷനിൽ വി ബി ആണ് വന്ന് കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ റൈറ്റ് സൈഡ് എടുക്കാൻ പോവാണ്. കാരണം റൈറ്റ് സൈഡിലാണ് എനിക്ക് വി ബി ഉള്ളത്. ഓക്കെ, സോ എം സി ഈക്വൽ ടു 0 ടു ദ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ സിയിൽ നിന്ന് നോക്കുമ്പോൾ ഐ ക്യാൻ സി ദാറ്റ് ദർ ഇസ് എ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി കോസിങ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആൻഡ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L2. ഈ കാണുന്ന ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് വി ബി ഇൻറ്റു L2. ഇനിയുണ്ട് ദിസ് ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ. ബിയിലെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻസ് എച്ച് ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ. അത് വെർട്ടിക്കൽ ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത് എച്ച്, കാരണം എച്ചിന്റെ ഡയറക്ഷൻ ഈ കാണുന്നതാണ്. എച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ. അപ്പം എച്ച് that is causing a clockwise movement. Okay, so plus h into h2, so that gives me another equation, that is 3h equal to 17.46 vb. അപ്പോൾ അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കണ്ടിരിക്കുന്നു. Okay, so I have 2 unknowns vb and h, and I have 2 equations. Equation number 1 ഇങ്ങനെ കിടക്കുന്നു, equation number 2 ഈ കാണുന്നത്. അപ്പോൾ ഒരു കാൽക്കുലേറ്ററിൽ അനലൈസ് ചെയ്താൽ അല്ലെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ I get that VB, the value of VB equal to 147.58 kilonewton and the value of H equal to 858.92 kilonewton. VB കിട്ടി കഴിഞ്ഞാൽ പിന്നെ VA plus VB equal to 30.224 എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ I get the value of VA as 528.62 kilonewton. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടി.
ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, സാധാരണ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ചാണ്. ഇനിയാണ് ഇതിൻ്റെ അകത്ത് ഒരു ടെസ്റ്റ് വരാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയിൽ നിന്നും 15 മീറ്റർ മാറി ഒരു പോയിന്റിലെ ഇതാണ് സാധനം. എയിൽ നിന്ന് 15 മീറ്റർ മാറി എക്സ് എന്നുള്ള ഈ പോയിന്റിലെ നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ, ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വി അസ്യൂം അല്ലെങ്കിൽ വി റീഡ്രോ ദ ഫിഗർ. എ സി ബി എന്നുള്ള പാരാബോളിക് ആർച്ചാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബിയിൽ നിന്നും ഞാൻ ഇതിനെ വലിച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് ചുമ്മാ ഇമാജിനറി ആയിട്ട് ഞാൻ ഇതിനെ വലിച്ചു നീട്ടി സച്ച് ദാറ്റ് എയുടെ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ അല്ലെങ്കിൽ എയിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഈ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാൻ പാകത്തിന്, ഒരു ഡിയിൽ വന്ന് മീറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു ഈ ആർച്ചിനെ ഞാൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, സച്ച് ദാറ്റ് എ സി ഡി ഈസ് ആൻ ആർച്ച് ഹിഞ്ച്ഡ് അറ്റ് ദിസ് സി അല്ലെങ്കിൽ ക്രൗണ്ട് അറ്റ് ദിസ് സി. സി ക്രൗൺ ആയിട്ടുള്ള ഒരു എ സി ഡി എന്നുള്ള ഒരു ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു പാരാബോളിക് ആർച്ചിനെ ഞാൻ അങ്ങ് അസ്യൂം ചെയ്യും. ഓക്കെ, എനിക്ക് ഈ ഡിസ്റ്റൻസ് ഒന്നും അറിയില്ല, പക്ഷെ ഐ ജസ്റ്റ് അസ്യൂം ദാറ്റ് എയിൽ നിന്നൊരു ഹൊറിസോണ്ടൽ വര നേരെ വരച്ചാൽ ഈ ആർച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോയിന്റ് ആയ ഡിയിൽ വന്ന് മുട്ടും എന്നുള്ളതാണ് എൻ്റെ അസംഷൻ. ഓക്കെ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ സി, ബാക്കി H1, H2, L1, L2 അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പം ഈ പുതിയൊരു കേർവ് ഉണ്ടല്ലോ, ഈ എ സി ഡി എന്നുള്ള ആർച്ച്, ദിസ് ആർച്ച്, ഈ ആർച്ച് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ആൻ ആർച്ച് ഹാവിങ് സ്പാൻ ഈക്വൽ ടു 2L1. ഈ അതായത് ശ്രദ്ധിക്കാം, എ ടു സി L1 ആണ്, സി ടു ബി L2 ആണ്, പക്ഷെ സി ടു ഡി എന്ന് പറയുന്നതും L1 തന്നെയായിരിക്കും. അപ്പം ഈ നമ്മൾ പുതിയ ഫോം ചെയ്ത ആർച്ച് എന്ന് പറയുമ്പോൾ എ സി ഡി എന്നുള്ള ആർച്ച് ഇറ്റ് ഈസ് ആൻ ആർച്ച് ഹാവിങ് സ്പാൻ ഈക്വൽ ടു 2L1. അതായത് എ സി അതേ ഡിസ്റ്റൻസ് തന്നെ ഒന്നുകൂടെ വലിച്ചു നീട്ടിയാൽ ഡിയിലെത്തും എന്നുള്ളതാണ് ഇവിടുത്തെ അസംഷൻ. So it is an arch having span equal to 2L1 and rise, central rise h equal to this h1, 5 meter. Okay, അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. So extend the arch from B so as to be on the same level as that of A. എയിൽ നിന്ന് ബി വലിച്ചു നീട്ടി എയുടെ അതേ ലെവലിലുള്ള ആർച്ചിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. This in turn will make the arch appear like a single parabolic arch with a span as 2L1. അപ്പോൾ 2L1 എന്നുള്ളതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം. എ സി വരച്ച ഒരു പരാബോള കണ്ടിന്യൂ ചെയ്ത് ഡിയിൽ എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ആൻഡ് ദ റൈസ് വിൽ ബി H1. അപ്പം പുതിയ ഈ ആർച്ചിന്റെ സ്പാൻ എന്ന് പറയുന്നത് ഞാൻ അതിനെ L ഡാഷ് എന്ന് വിളിക്കാൻ പോവാണ്. ദിസ് L ഡാഷ് അതായത് എ ടു ഡി എന്നുള്ള ലെങ്ത് L ഡാഷ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 into L1. L1 നമുക്കറിയാം 22.54. സോ ദ സ്പാൻ ഓഫ് ദ ന്യൂ ആർച്ച് വിൽ ബി 45.08 മീറ്റർ. അതുപോലെ തന്നെ ഈ ആർച്ചിന്റെ റൈസ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്നും ഈ സി ക്രൗണിലോട്ടുള്ള ഹൈറ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി H1. അത് നമ്മൾ എ ടു സി തന്നെയാണ് ഇവിടുത്തെ ഈ റൈസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ഒരു പരാബോളനെ ഞാൻ അസ്യൂം ചെയ്ത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഒബ്വിയസ്ലി ഏത് പരാബോളയുടെ ഇക്വേഷൻ 4hx/L into L minus x എന്നുള്ളതാണ്. 4hx/L square into L minus x. അപ്പോൾ ഈ ഒരു പരാബോളയുടെ കേസിൽ ഞാൻ എല്ലിനെ L ഡാഷ് ആയിട്ടും എച്ചിനെ H1 ആയിട്ട് റിപ്ലേസ് ചെയ്തിരിക്കുകയാണ്. കാരണം അതാണ് നമ്മുടെ പുതിയ പരാബോളയുടെ പാരാമീറ്റേഴ്സ്, H1 ആൻഡ് L ഡാഷ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതായത് H1 ഈക്വൽ ടു 5 മീറ്റർ ആയിട്ടും L ഡാഷ് ഈക്വൽ ടു 44.08 ആയിട്ട് റിപ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് വൈയുടെ പുതിയൊരു ഇക്വേഷൻ കിട്ടി. അപ്പം അതായത് എ സി ഡി എന്നുള്ള പരാബോളയുടെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ഏതൊരു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എനിക്ക് ആ പരാബോളയിലെ വൈയുടെ വാല്യൂ കിട്ടും അല്ലെ. സോ എനിക്ക് വേണ്ടത് ഇവിടെ 15 മീറ്റർ, എയിൽ നിന്ന് 15 മീറ്റർ മാറി ഒരു പോയിന്റിലെ ഹൈറ്റ് ആണ്, വൈയുടെ വാല്യൂ ആണ്. അപ്പോൾ ഞാൻ അത് എക്സ് ഈക്വൽ ടു 15 ഇട്ട് കൊടുത്താൽ I get y equal to 4.44 meter. എക്സിന് ഞാൻ 15 ഇട്ട് കൊടുത്താൽ ഈ ഒരു പരാബോളയുടെ കർവായിട്ട് കിട്ടും. ഓക്കെ, സോ ഐ ഗെറ്റ് ദ വാല്യൂ ഓഫ് y. ഇനി ബാക്കി കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എൻ എക്സും വി എക്സും ഇതൊക്കെ എനിക്ക് കിട്ടും. ഓക്കെ, ബട്ട് ബിഫോർ ദാറ്റ് ഓക്കെ, അത് സിമിലർലി തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ടാൻ ഇൻവേഴ്സ് ഓഫ് വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ ഐ ഗെറ്റ് ദാറ്റ് ആ പർട്ടിക്കുലർ എക്സിൽ, അതായത് എയിൽ നിന്ന് 15 മീറ്റർ മാറ്റുള്ള പോയിന്റിലെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 8.44 ഡിഗ്രി ആണെന്നുള്ളതും കിട്ടി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഈ എ സി ബിയിലെ എ താഴെ
ബി മുകളിലും ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഇനി ഇത് ഇങ്ങനെ ഒരു ആർച്ചായിരുന്നു എന്ന് വെച്ചു. ഇങ്ങനെ ഒരു ആർച്ചാണെങ്കിൽ ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, സോ അതായത് ഏറ്റവും താഴെ നിൽക്കുന്ന സപ്പോർട്ടിന്റെ അതേ ലെവലിലോട്ട് നമ്മുടെ മറ്റേ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഫുൾ പരാബോള എന്നുള്ള കേസിലോട്ട് കൊണ്ടുവരിക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, യെസ്. സോ വൺസ് ഐ ഹാവ് ഒബ്റ്റെയിൻഡ് ദിസ് y and theta, I can continue getting the rest of the parameters. So ആ ഫിഗർ ഞാൻ എക്സിൽ നിന്ന് 15 വരെയുള്ള എയിൽ നിന്ന് 15 മീറ്റർ എക്സ് എടുത്ത ആ സെക്ഷൻ വരെയുള്ളത് ഞാൻ സെപ്പറേറ്റഡ് വരയ്ക്കാൻ പോവാണ്. സോ ദീസ് ആർ മൈ സപ്പോർട്ട് റിയാക്ഷൻസ് ദാറ്റ് ഐ ഹവ് ഓൾറെഡി ഒബ്റ്റെയിൻഡ്. എയിലെ വെർട്ടിക്കൽ റിയാക്ഷൻ 528.62 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എയിലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ 858.92 എന്ന് കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി കിട്ടിയതാണ്. പിന്നെ 15 മീറ്റർ നമുക്കറിയാം L1 ലെങ്ത്തിൽ മൊത്തം 30 kN per meter ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 15 മീറ്ററിൽ എന്തായാലും ആക്ട് ചെയ്യുന്നുണ്ട്, ഫുൾ 30 kN per meter ഉണ്ട്. ആൻഡ് എക്സ് ഡിസ്റ്റൻസ് 15 മീറ്റർ ക്വസ്റ്റിന് തന്നത്, y നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എക്സിലെ MX-ഉം RX-ഉം NX-ഉം, അതായത് നോർമൽ ത്രസ്റ്റ് NX, റേഡിയൽ ഷിയർ RX ആൻഡ് മൊമെന്റ് MX. ഓക്കെ, അത് കിട്ടാൻ എളുപ്പമാണ്. വി ഓൾറെഡി നോ ദ ഫോർമുലാസ്. ആ ഫോർമുലാസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ബിഫോർ വി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫോർമുലാസ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് Vx, vertical force, net resultant net vertical force at the section X. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പോയിന്റ് വരെയുള്ള എല്ലാ വെർട്ടിക്കൽ ഫോഴ്സിന്റെ സം എടുത്താൽ മതി. ദാറ്റ് ഈസ് 528.62 എയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ A to X 30 × 15 ആക്ട് ചെയ്യുന്നുണ്ട്. 15 മീറ്റർ ഡിസ്റ്റൻസ് 30 × 15 ആക്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് റിസൾട്ടന്റ് ഈസ് 78.62 kN. ഓക്കെ, സോ Vx കിട്ടി കഴിഞ്ഞാൽ നോർമൽ ത്രസ്റ്റിന്റെ ഫോർമുല NX = Vx sin θ plus H cos θ. H നമുക്കറിയാം 858.92, Vx 78.62 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലോട്ട് തീറ്റയുടെ വാല്യൂ നമ്മൾ 8.44 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദാറ്റ് വാല്യൂ ഓഫ് NX = 861.25 kN. സിമിലർലി വാല്യൂ ഓഫ് നോർമൽ ത്രസ്റ്റ് NX = 861.25 kN കിട്ടി. അടുത്തത് റേഡിയൽ ഷിയർ RX ന്റെ ഫോർമുല അറിയാം, Vx cos θ - H sin θ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ -48.3 kN. നെക്സ്റ്റ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റ് എക്സിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം വി നോ ദാറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം 528.62 ആക്ട് ചെയ്യുന്നുണ്ട് 15 മീറ്റർ ഡിസ്റ്റൻസിൽ ക്ലോക്ക് വൈസ് ആയിട്ട്. 858.92 ആക്ട് ചെയ്യുന്നുണ്ട് 4.44 മീറ്ററിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്. സിമിലർലി 30 kN per meter ആക്ട് ചെയ്യുന്നുണ്ട്. അത് 15 മീറ്ററിൽ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 30 × 15 ആക്ട് ചെയ്യുന്നുണ്ട്. അത് 15/2 മീറ്റർ ഡിസ്റ്റൻസ് 15/2 എന്നുള്ള ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതും ആന്റി ക്ലോക്ക് വൈസ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദാറ്റ് MX നമുക്ക് വേണ്ട 15 മീറ്റർ മാറിയ സെക്ഷനിൽ മൊമെന്റിന്റെ വാല്യൂ 740 kN എന്ന് നമുക്ക് കിട്ടും. Okay, so this is basically how you analyze an arch subject to actually it's not UDL, an arch at different level actually. Okay, ഈ സാധനം ഒന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. കഴിഞ്ഞ 3-4 സ്ലൈഡ് ആയിട്ട് ഇതുണ്ടായിരുന്നു, പക്ഷെ അതൊരു പ്രസക്തി ഇല്ല. UDL തന്നെ ആവണമെന്നില്ല, ഏത് വേണേലും. ലോഡിങ് ഡസൻ മാറ്റർ. ഓക്കെ, ഏത് ടൈപ്പ് ലോഡ് ആണെങ്കിലും നമുക്കത് ചെയ്യാം. Okay, yes, I'm sorry for that mistake. It's a mistake from my part. Okay, forget that. It's an arch having supports at different levels. Okay, now with that I conclude my lecture. For today. So this I guess is an easy problem. സാധാരണ ആർച്ച് അനാലിസിസ് പോലെ തന്നെയാണ് നമുക്ക് L1 L2 കണ്ടുപിടിക്കേണ്ട ഒരു ഫാക്ടറും ഒരു ഫോർമുല അഡീഷണൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ സപ്പോർട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു നോർമൽ പാരാബോളെ ആക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ ഓർത്തിരുന്നാൽ മതി. റെസ്റ്റ് ഓഫ് ദ അനാലിസിസ് ഈസ് വെരി വെരി സിമ്പിൾ. പഴയ നോർമൽ ആർച്ച് പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ റെസ്റ്റ് ഓഫ് ദ സപ്പോർട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്ത് സാധാ പാരാബോളെ ആക്കി വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളോട് ബാക്കി. ഓക്കെ, സോ പ്രാക്ടീസ് മോർ. In the next class we will learn how to analyze a circular arch. Okay, till then, thank you.